ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് എന്ത് മെസ്സേജ് ആണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഫൈവ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, ടെൻ ഓഫ് സോർഡ്സ്. അപ്പോൾ നമുക്ക് ഇത്രയും കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത് ഫൈവ് ഓഫ് സോർഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ആരൊക്കെയോ ആയി ഒരു വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും ശേഷം നിങ്ങൾ തന്നെ വേദനിക്കുകയും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ ഒരു എനർജി തന്നെ ഇവിടെ ഡ്രെയിനായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആരായിട്ടാണോ തർക്കത്തിൽ ഏർപ്പെടാനായിട്ട് പോകുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു ബൗണ്ടറി വെക്കുക, അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. അതല്ലാന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി എല്ലാം ഇവിടെ നഷ്ടപ്പെട്ട് പോകുമെന്നാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി ഏത് വ്യക്തി അതല്ലെങ്കിൽ ഏത് സാഹചര്യവുമായിട്ടാണോ നിങ്ങൾ ഈ ഒരു സമയത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക. അതാണ് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന മെസ്സേജ്. കൂടാതെ നമുക്കൊരു നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അതായത് എന്തും വന്നുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കാതെ ഒരിക്കലും പ്രവർത്തിക്കരുത്. പിന്നീട് അത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് അധികമായിട്ട് ആലോചിക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് അധികമായിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഒന്ന് രണ്ട് വട്ടം ചിന്തിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഫോർ ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ റീഡിംഗ് കാണുന്ന ചില വ്യക്തികൾ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു ദുഃഖങ്ങൾ ഉണ്ടായി അതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടങ്ങളെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ചില വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ചില അവസരങ്ങളായിരിക്കാം. ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അമിതമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ അത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ നല്ല ഓഫറുകൾ വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊന്നും കാണാതെ ഈ ഒരു നഷ്ടത്തിലോട്ടാണ് ഓർത്തിരിക്കുന്നതായിട്ടും നോക്കുന്നതായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ദൈവം ഇവിടെ മുന്നിൽ വെച്ചേക്കുന്ന ആ ഒരു അവസരങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്നു. അപ്പോൾ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്ത് മുന്നിലുള്ള അവസരങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക. പഴയ കാര്യങ്ങളെപ്പോഴും നിങ്ങൾ പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലിട്ട് വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു നല്ല അവസരം ഒരുപാട് നല്ല ഓഫറുകൾ നിങ്ങളിലേക്ക് ദൈവം ഇവിടെ വെച്ചു തരുമെന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യം ഒരു പേഷ്യൻസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ആരോടെങ്കിലും ഈ ഒരു സമയത്ത് ദേഷ്യമോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യമോ ഒക്കെ നിങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. ഒരു രീതിയിലും ആരുമായിട്ടും ഈ ഒരു സമയത്ത് തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാതെ ഇരിക്കുക. നിങ്ങൾ ഈ ഒരു സമയത്തൊരു അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ഷമ നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് വാക്കുകളിൽ കൂടി മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അതല്ലെങ്കിൽ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതോ അല്ല. പകരം നിങ്ങളുടെ പവർ നിങ്ങളുടെ ഉള്ളിലാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആവശ്യം ഒരു ക്ഷമയാണ്. ക്ഷമയോട് കൂടി നിങ്ങൾ ഇരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മനസ്സൊന്ന് കാമാക്കി വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം സന്തോഷം എന്നിവ കടന്നു വരുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തു ചാടി മറ്റുള്ളവരോട് തർക്കങ്ങളിലൊക്കെ പോകുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് പെട്ടെന്ന് വിഷമമാവുകയും നിങ്ങളത് പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കാണ് ഇവിടെ നെഗറ്റീവ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത്.
ആ ഒരു സ്വഭാവ രീതി ഒന്ന് മാറ്റി വെച്ച് കുറച്ചൊന്ന് ക്ഷമയോട് കൂടി മുന്നോട്ട് പോവുക, മനസ്സ് ശാന്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കൂടാതെ നമുക്കൊരു 5 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. 5 ഓഫ് പെന്റക്കിൾസും 10 ഓഫ് സോർട്സുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് പതിയെ പതിയെ മാറും എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇത് എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അതായത് കുറച്ച് നെഗറ്റീവായിട്ട് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടുതൽ പേർക്കും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതായത് എന്നും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകില്ല, പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതിനായിട്ട് നിങ്ങൾ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് കൂടാതെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ മുൻപ് സപ്പോർട്ട് ചെയ്ത ചില വ്യക്തികൾ ഉണ്ടായിരുന്നെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊപ്പമില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവർ പോലും എന്നെ വിട്ടിട്ട് പോയല്ലോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത് ആ ഒരു ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ പുതിയൊരു വ്യക്തിയായി ഉണരുക. മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, അതിലേക്ക് നോക്കുക. കാരണം നിങ്ങൾ ഈ ഒരു രീതിയിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിഷമിച്ചു പോകുവാൻ മാത്രമേ കഴിയുള്ളൂ. അതായത് ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുവാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഒപ്പം നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു സപ്പോർട്ടും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണരുക എന്നൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അടുത്ത നമുക്കൊരു 10 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഒരു പെയിൻഫുൾ എൻഡിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു റീഡിംഗ് നോക്കുമ്പോൾ കുറച്ച് വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ എനർജികൾ കിട്ടുന്നുണ്ട്. കൂടുതൽ പേരും കുറച്ചൊന്ന് വേദനിച്ച് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ, ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ, അത് കൂടാതെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്കുള്ള ഒരു മെസ്സേജ് ആയിട്ട് ഇവിടെ കിട്ടുന്നത് ഒരു പെയിൻഫുൾ, കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് വേദനിപ്പിക്കുന്ന ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ ഇത് എൻഡായി പോകുമെന്നും കാണിക്കുന്നുണ്ട്. കുറച്ച് വേദനയോടെ ആണെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എൻഡായി പോയി പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.